എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഇന്ദു തമ്പി. ഞാൻ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണ്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ ആരോഗ്യം നല്ല രീതിയിൽ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഒരുപാട് പേര് ഈ കഴിഞ്ഞ വീഡിയോസിൽ കമൻസിൽ ചോദിച്ചു എൻ്റെ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കാമോ എന്ന്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഡയബറ്റിസ്, അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറഞ്ഞത് ഇന്നോ നാളെയോ നമുക്ക് മാറുന്ന ഒരു അസുഖമല്ല. നമുക്ക് ജീവിതകാലം മുഴുവൻ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ച് നമുക്ക് ഒരു ലിമിറ്റാകാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ ഒരിക്കലും അതിപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരോട് അച്ഛനമ്മമാർ പറയണം, പിന്നീട് ജീവിതകാലം മുഴുവൻ അവർക്ക് പലതരം അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വരും. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കീഴിൽ സ്കൂൾ ജീവിതം എന്നൊരു ജീവിതം ചിട്ടയായിട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരേപോലത്തെ ഡയറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. വീട്ടിൽ അമ്മയും അച്ഛനും അതുപോലെ നോക്കിയും കണ്ടും ഒക്കെ തരും. പിന്നീട് വലുതാവുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊച്ചിലെ അമ്മയുടെയും അച്ഛൻ്റെയും കീഴിലായിരുന്നപ്പം യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ അവർ തന്നെ നോക്കിയതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും നമ്മളൊരു സ്നേഹത്തിൻ്റെ ഒരു അങ്ങനത്തെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചത്. പക്ഷേ പിന്നീട് വലുതാകുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ഹോസ്റ്റൽസിൽ പോയി പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് ജോലി, പല കാര്യങ്ങളായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ പോകണം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഭക്ഷണമോ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൈപ്പ് 1 ഡയബറ്റിസ് എന്നുള്ളതിന് ഒരുപാട് ഇന്ന സാധനങ്ങളെ കഴിക്കാവൂ, ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ, ഇതേ പറ്റുള്ളൂ എന്ന് അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ടാക്കിയാൽ അത് പിന്നീട് നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും രീതി ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരാണെങ്കിൽ നല്ല ഹാർഡ് വർക്കിംഗ് ജോലിയുള്ള ആൾക്കാരായിരിക്കും. ചില ആൾക്കാർ അത്ലീറ്റ്സ് ആയിരിക്കും. അവർക്ക് ഒരുപാട് ഓട്ടവും ചാട്ടവും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവും. ചില ആൾക്കാർ ഇപ്പം അധികം നനങ്ങാതെ ഇപ്പോൾ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നതും അവർക്ക് എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് വേണം, എത്രത്തോളം പ്രോട്ടീൻ വേണം, ഇതൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പം ഞാൻ ഡയറ്റ് പറയാത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഇന്ന ആൾ ഈ ഫോളോ ചെയ്യുന്ന ഡയറ്റാണ്, അത് ഞാൻ അച്ചട്ട് അതുപോലെ അങ്ങ് എടുക്കുകയാണ്, എന്നിട്ട് എനിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല, അല്ലെങ്കിൽ എനിക്കത് ദോഷമായിട്ട് എന്തോ പറ്റി, എനിക്ക് അത്ര ഒട്ടും കഴിക്കാതെ എനിക്ക് ആകെ പല വൈറ്റമിൻ മിനറൽ ഇംബാലൻസ് വന്നു ബോഡിയിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ തനിയെ കണ്ടുപിടിക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ രീതി, നമ്മുടെ ജീവിത രീതി, നമ്മുടെ എക്സസൈസ് എത്രയൊക്കെ ചെയ്യുന്നു, നമുക്ക് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ട്, എന്തൊക്കെ കുറവുകൾ ശരീരത്തിലുണ്ട്, ഇതൊക്കെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ വേറൊരാൾ ചെയ്യുന്ന അതേപോലെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കും. പിന്നെ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റിസ് ആർക്ക് ഈ കാർബ് കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിൽ ഈ ഒരു കാര്യമാണ്. അതായത് നമുക്കിപ്പം ഏതൊരു ഫുഡായാലും ശരി, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു കയ്യിൽ ചോറ്, ഇതിൽ നമുക്ക് അത്രത്തോളം ഇതിൽ മധുരമൊന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ നമ്മൾ ഇത് കഴിക്കുന്നതും വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുന്നതിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇതിൽ ഒരു ആപ്പിൾ പിന്നെ മധുരമായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു മിഠായി കഴിക്കുന്നതിലും ഒരു പിടി ചോറ് കഴിക്കുന്നതിലും ചോറിലായിരിക്കും കുഴപ്പമില്ലാതെ മിഠായി മധുരമല്ലേ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചോറിലായാലും അവിയലിലായാലും എല്ലാത്തിലും എല്ലാ ഫുഡിലും അതിൻ്റേതായ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫൈബർ, ഇതൊക്കെ ഓരോ ഫുഡിലും ഓരോ അളവിലുണ്ട്. അപ്പോൾ നമുക്ക് കാർബ് കൗണ്ട് ചെയ്ത് അതിൽ ഓരോ ഫുഡിലും, അവിയലായാലും മിഠായി ആയാലും പച്ചക്കറി വേറെ എന്തെങ്കിലും ആയാലും പച്ചയ്ക്ക് ക്യാരറ്റ് കടിച്ചു തിന്നണതായാലും അതിലും എത്രത്തോളം കാർബുണ്ട്, അത്രത്തോളം കാർബിനനുസരിച്ച് എത്രത്തോളം ഇൻസുലിൻ നമുക്ക് വേണ്ടി വരും എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഫാക്ടർ കണക്കാക്കണം. നമുക്ക് കാർബ് കൗണ്ട് ഓരോ ഭക്ഷണത്തിലും കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ഇൻസുലിൻ കൊടുത്താൽ നമുക്ക് ഏതൊരു തരത്തിലെ ഭക്ഷണവും അധികം ഷുഗർ വലിയ വ്യത്യാസം വരാതെ കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ പലപ്പോഴും ഈ ഡയറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഞാൻ ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യണം, ഗ്രീൻ ടീ മാത്രമേ കുടിക്കത്തുള്ളൂ, ഈ ഫ്രൂട്ട് ജ്യൂസ് മാത്രമേ കുടിക്കത്തുള്ളൂ, എന്നിട്ട് ഞാൻ മെലിയും. അങ്ങനെ മെലിയുന്നതിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതിൽ കാര്യമില്ല. കാരണം നമ്മൾ എന്ത് കഴിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു എന്നും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിന് മിനിമമായിട്ട് ഇത്ര എമൗണ്ട് ഓഫ് കാലറീസ് ഒരു ദിവസം ആവശ്യമാണ്. അത് ഒരു ആക്റ്റീവായ പേഴ്സണ് വേറെ ആയിരിക്കും, ആക്റ്റീവ് അല്ലാത്തൊരു പേഴ്സണ് വേറെ ആയിരിക്കും. ഏത് നേരം ഇരിക്കുകയും അധികം ആക്ടിവിറ്റി ചെയ്യാൻ, അധികം എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കും അത് വേറെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇത് കാണണം. ഞാനിപ്പോൾ എൻ്റെ ഫുഡ്
കാർബ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ വിചാരിക്കും അയ്യോ ഇനി ഓരോ അരിയിലും എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നൊക്കെ തപ്പി നോക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ശരിയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ മുമ്പ് വയ്ക്കുന്ന ഒരു ആപ്പ് ഉണ്ട്, ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അത് ആപ്പ് സ്റ്റോറിലൊക്കെ കിട്ടും, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മുടെ ഭക്ഷണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് കഴിക്കുന്ന എന്താണ് അവിയലായാലും സാമ്പാറായാലും അപ്പമായാലും ഇങ്ങനെ പല കറികളും പല നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ പൊതുവേ നമുക്കിവിടെ ചുറ്റിനും കഴിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സാധനം എത്രത്തോളം കഴിക്കുന്നത്, ഇപ്പോൾ ഒരപ്പം ആണെങ്കിൽ ഒരപ്പം എണ്ണ അനുസരിച്ച് നമുക്കതിൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം കാർബ് ഉണ്ട് എന്നത് അത് കാണിച്ചു തരും. അത്രത്തോളം കാർബിന് എത്രത്തോളം ഇൻസുലിൻ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് ISF വെച്ച് കണക്കാക്കി അതിനനുസരിച്ച് നമ്മൾ ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഷുഗർ ഫ്ലക്ച്വേഷൻ വലുതായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഈ മധുരം എന്ന് പറയുന്നത് സാധാരണ ആളുകളും കഴിക്കാൻ പാടില്ലാത്തൊരു കാര്യം, നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം അകത്തോട്ട് ഇടുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിലായിരിക്കും കാണും. പിന്നെ ദിവസം ഒരു 45 മിനിറ്റ്സ് എക്സസൈസ് മസ്റ്റാണ്. അതിപ്പോൾ ഏത് ഏജിലുള്ള ടൈപ്പ് 1 ആയാലും ശരി അതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. 45 to 60 മിനിറ്റ്സ് ഡെയിലി എക്സസൈസ്. അപ്പോൾ ഈ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ പോരാ. പഠിക്കണ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ പൊതുവേ ശ്രദ്ധിക്കണം. കാർബോഹൈഡ്രേറ്റ് ആണ് ബ്രെയിനിൻ്റെ ഫുഡ്. അതനുസരിച്ച് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രെയിൻ വരും. നമ്മളും അതുപോലെ ആക്റ്റീവ് ആണെങ്കിൽ ചില കുട്ടികൾ നല്ല ആക്റ്റീവായിരിക്കും, ഓടിക്കളിക്കും, ചാട്ടവും, ചില കുട്ടികൾ ക്വിസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് അവർ എത്ര കാലറീസ് ബേൺ ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് അവരായിട്ട് സംസാരിച്ച് ISFും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ആപ്പ് ഹെൽത്തിഫൈ മീ ആപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് എത്ര കാർബോഹൈഡ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡോസ് എടുത്ത് നോക്കൂ. പിന്നെ പൊതുവേ നമുക്ക് എല്ലാം മധുരവും ഒരളവിന് കഴിക്കാം, അതിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എന്താ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ പൊതുവേ നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ആര് വേണ്ടത് നമ്മൾ കുറേ അധികം ഒറ്റടിക്ക് കഴിക്കാതിരിക്കുക. നമ്മൾ കുറച്ചായിട്ട് 6 നേരം കൂടുമ്പോൾ ബ്രേക്ക് ഇട്ടിട്ട് കുറച്ചായിട്ട് കഴിക്കുക. അതിൽ കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് ഇരിക്കുന്നു അതിൻ്റെ 2 ഇരട്ടിയിൽ വെജിറ്റബിൾസും ഫൈബറും കഴിക്കുക. പ്രോട്ടീൻ മസ്റ്റാണ്, മുട്ടയോ ചിക്കനോ അങ്ങനത്തെ എന്തെങ്കിലും പ്രോട്ടീൻ കഴിക്കുക. പിന്നെ പൊതുവേ ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നത് കുറേ നേരത്തെ ഒരു 7 മണിക്കകം നമ്മൾ ഭക്ഷണം കഴിക്കും. കാരണം ഒരു 2 hours ഞാൻ ഒരു ബ്രേക്ക് കൊടുക്കും. എനിക്കതിൽ 2 hours കഴിഞ്ഞാൽ എൻ്റെ ഷുഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നു കാണാനും പറ്റും. എന്തെങ്കിലും ഒരു വ്യത്യാസം കറക്റ്റ് ചെയ്യാനുള്ള ടൈമും ഞാൻ കൊടുക്കും. ദഹിക്കാനും അത് ആക്ച്വലി വെരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരുവിധം ഒരു 180 എന്ന രീതിയിൽ ഷുഗർ വെച്ചിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഹൈപ്പോ പോയി കഴിഞ്ഞാൽ എക്സസൈസും മുടങ്ങും, എക്സ്ട്രാ ഞാൻ കഴിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ ചിലപ്പം ലേറ്റായിട്ടാണ് രാത്രി ഉറങ്ങുന്നതെങ്കിൽ രാവിലെ ഒരു ലേറ്റായിട്ടായിട്ടും എണീക്കുന്നത്. അപ്പോൾ ഈ ലഞ്ചും ഇതും തമ്മിൽ വലിയ ഗ്യാപ്പ് ഇല്ല. അപ്പോൾ ഒരു ബ്രഞ്ച് എന്ന രീതിയിൽ ഹൈ പ്രോട്ടീനായിട്ട് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് കൊടുത്ത് ഒരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. ഞാൻ മാക്സിമം വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് കൂടുതൽ ബാലൻസ് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ കാർബ് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതല്ല. പല ആൾക്കാരും കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഡയറ്റ്, അങ്ങനത്തെ ഒരു ഡയറ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എനിക്ക് വർക്ക് ആവാറില്ല. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കാർബ് മാത്രമല്ല, ഇപ്പോൾ ഞാൻ സാധാരണ പോലെ സദ്യക്ക് കഴിക്കുന്ന പോലെ കഴിക്കുകയാണെങ്കിൽ ചോറ് ഒരു അളവിന് ഇത്രേ കഴിക്കില്ല. പക്ഷേ അത്രത്തോളം വെജിറ്റബിൾസും ബാക്കി കാർബോഹൈഡ്രേറ്റ്സ് തോരനിലായാലും അവിയലിലായാലും അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നടന്നാൽ മതി. കാരണം ഒരുപാട് നമ്മൾ ലിമിറ്റ് വെച്ച് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം പിന്നീടും ജീവിതത്തിൻ്റെ പല രീതിയിലും നമുക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട് ജീവിക്കേണ്ടതാണ്. അച്ഛനമ്മമാരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ കംപ്ലീറ്റ്ലി കൺട്രോൾഡായിട്ട് പോകുന്ന ഒരു ജീവിത രീതിയിൽ നിന്ന് പിള്ളേർ വലുതാവുമ്പോഴും അവർക്ക് ഈസി ആയിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് വെച്ച് ജീവിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ അത്രയും പറയുന്നുള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ ഡയറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിരിക്കുക, എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സമയമുണ്ട്. ആരോഗ്യം നന്നായിട്ട് നോക്കുക. എല്ലാം നന്നായിട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.